ലോകത്തിൽ സമ്പന്നരായ 99% സമ്പന്നരെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരു സീക്രട്ടാണ് ഇന്നേ ദിവസം ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു സീക്രട്ട് നമ്മൾ ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിച്ചാൽ നമുക്കും ഇന്നല്ലെങ്കിൽ നാളെ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായേക്കാവുന്ന ഈ വീഡിയോ താങ്കൾക്ക് സാധ്യമായ സോഷ്യൽ മീഡിയയിലൂടെയെല്ലാം ഷെയർ ചെയ്യുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി തൊമ്മിച്ച ടിപ്സ് പവേർഡ് ബൈ ഡയസ് അക്കാഡമി. മൈ നെയിം ഈസ് പ്രിൻസൺ ഡയസ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇപ്പോൾ മോർഗൻ ഹൊസൽ എഴുതിയ ദി സൈക്കോളജി ഓഫ് മണി എന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ 2 കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ 2 കഥാപാത്രങ്ങളുടെ ജീവിതം മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എങ്ങനെ സമ്പന്നനാകാം എന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ അദ്ദേഹം ആദ്യം പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊണാൾഡ് ജെയിംസ് റീഡ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെക്കുറിച്ചാണ്. ഇദ്ദേഹം അമേരിക്കയിലെ ഒരു ചെറിയൊരു ഗ്രാമത്തിൽ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് വലിയ രീതിയിലൊന്നും പഠിക്കാനൊന്നും സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നോക്കിക്കഴിഞ്ഞാൽ 25 വർഷത്തോളം ഒരു പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്തത്. അതിനുശേഷം ഒരു 15 വർഷത്തോളം ഒരു തൂപ്പുകാരനായി ഇദ്ദേഹം ജോലി ചെയ്തു. അതായത് ഇദ്ദേഹത്തിൻ്റെ 25 + 15 എന്ന് പറഞ്ഞാൽ 40 വർഷം പെട്രോൾ പമ്പിലും ഒരു തൂപ്പുകാരനുമായിട്ടാണ് അദ്ദേഹം ജോലി ചെയ്തത്. ഏകദേശം ഇദ്ദേഹത്തിന് 50 വയസ്സുള്ള സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോകും. അതിനുശേഷം അദ്ദേഹം വിവാഹമൊന്നും കഴിക്കില്ല. ഇദ്ദേഹം 2014 ഇദ്ദേഹത്തിന് 92 വയസ്സുള്ള സമയത്താണ് ഇദ്ദേഹം മരണമടയുന്നത്. അതുവരെയും ഇദ്ദേഹത്തെക്കുറിച്ച് ആരും ഒന്നും അറിഞ്ഞില്ല. എന്നാൽ ഇദ്ദേഹം മരണമടഞ്ഞതിന് ശേഷം ഇദ്ദേഹം എഴുതി വെച്ചിരുന്ന വില്ലുണ്ട്. ഈ വില്ല് കണ്ടു കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത്. കാരണം ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മൊത്തം സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $8 മില്യൺ ആയിരുന്നു. $8 മില്യൺ, അതായത് ഇന്ത്യൻ റുപ്പീസിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70 കോടി രൂപ. വെറും തൂപ്പുകാരനായ ഒരു വ്യക്തിയുടെ കാര്യമാണ് പറയുന്നത്. 70 കോടി രൂപ. ഇതിൽ ഇദ്ദേഹം വില്ലിൽ ഏകദേശം $2 മില്യൺ ഇദ്ദേഹത്തിൻ്റെ വളർത്തു മക്കളുണ്ടായിരുന്നു, അവർക്ക് വേണ്ടി മാറ്റിവെച്ചു. ബാക്കി വരുന്ന $6 മില്യൺ അദ്ദേഹം ഒരു ഹോസ്പിറ്റലിന് സംഭാവനയായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് വിൽപത്രത്തിൽ എഴുതി വച്ചിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും തൂപ്പുകാരനായിട്ടുള്ളൊരു വ്യക്തി ഈ തരത്തിലുള്ള വലിയൊരു സമ്പന്നനായിട്ട് മാറി. ഇതേ ബുക്കിൽ തന്നെ മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് ഫസ്കോൺ. ഇദ്ദേഹം ഇപ്പോൾ റൊണാൾഡ് ജെയിംസ് റീഡ് എന്തായിരുന്നോ അതിനേക്കാൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം ജനിച്ചതെന്ന് പറഞ്ഞാൽ വളരെ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലാണ്. ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ നല്ല ലെവലിൽ ഇപ്പോൾ MBA കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മെറിൽ ലിഞ്ച് എന്നുള്ള ഒരു കമ്പനിയിൽ വളരെ ഒരു ടോപ്പായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നിരുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് 40ാമത്തെ വയസ്സിൽ ഇദ്ദേഹം റിട്ടയർഡായി. ഇദ്ദേഹത്തിൻ്റെ വീട് തന്നെ ഏകദേശം ഒരു 18,000 സ്ക്വയർ ഫീറ്റ് വലിപ്പമുള്ള വലിയൊരു കൊട്ടാരം പോലെയുള്ള ഒരു വീട്ടിലായിരുന്നു ഇദ്ദേഹം താമസിച്ചിരുന്നത്. എന്നാൽ 2008 ഗ്ലോബൽ ഫിനാൻഷ്യൽ ക്രൈസിസിൻ്റെ സമയത്ത് ഇദ്ദേഹം പാപ്പരായി. ഇദ്ദേഹത്തിന് അന്നുവരെ ഉണ്ടായിരുന്ന എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ ഈ 2 പേരെ നമുക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു വ്യക്തിയുടെ ലൈഫിലുണ്ടായിരുന്ന ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആക്ഷൻ അദ്ദേഹത്തിനെ സമ്പന്നനാക്കിയെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ ഈ പറഞ്ഞ ഡിസിപ്ലിൻ ഇല്ലാത്ത അവസ്ഥ അദ്ദേഹത്തിനെ പാപ്പരാക്കി മാറ്റുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് സമ്പന്നനാകണമെങ്കിൽ ഇപ്പം നമ്മളിപ്പം നിൽക്കുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലായിരിക്കും. നമുക്ക് ഇനി എത്തിച്ചേരേണ്ട ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ഗോള് ഈ ഒരു അവസ്ഥയിലേക്കാണ് നമുക്ക് എത്തിച്ചേരേണ്ടത്. അപ്പം നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജ് വേണം, ഒരു പാലം വേണം. ഈ പാലത്തിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഗോളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ.
പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു റെഡിമെയ്ഡായിട്ടുള്ള ഒരു പാലം അന്വേഷിച്ചെടുക്കണതാണ്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഇവിടെ എത്തിച്ചേരണം. അത് പ്രാക്ടിക്കലി നടക്കുന്ന കാര്യമല്ല. ഇപ്പം നമ്മളിവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം NH-66 പണി ഇപ്പം നമ്മുടെ ചുറ്റുവട്ടത്തിലെല്ലാം നടക്കുന്നുണ്ട്. ഈ പണി എങ്ങനെയാണ് നടക്കുന്നത്? ഒരു സുപ്രഭാതത്തിൽ നമ്മളിപ്പോൾ ഇന്ന് പോണ സമയത്ത് പാലമൊന്നുമില്ല, നാളെ അവിടെ ചെന്ന് നോക്കുന്ന സമയത്ത് അവിടെ മൊത്തം പാലം പണി കഴിയുമോ? ഇല്ല. ഇവിടെ പാലം പണി എങ്ങനെയാണ് നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കോൺക്രീറ്റ് ബ്ലോക്കുകളും ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പണിത് ഇപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ കൊണ്ടാണ് ഈ ഒരു പാലം പണി പൂർത്തീകരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥ ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ $1 മില്യൺ സമ്പാദ്യം നേടണമെന്നായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റിട്ടയർമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു കോർപ്പസ് കണ്ടെത്തണമെന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിദേശത്ത് വിടണമെന്നായിരിക്കും. അപ്പോൾ ഈ തരത്തിലുള്ള പല ഗോളുകളുണ്ടാവും. അപ്പോൾ ഈ ഗോളുകളിലേക്ക് നമുക്ക് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കൾക്ക് ഇപ്പോൾ റിട്ടയർമെൻറ്റിന് വേണ്ടി ഇപ്പോൾ ഒരു 10 കോടി രൂപ അടുത്തൊരു 20 വർഷത്തിനുള്ളിൽ വേണമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി താങ്കൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ SIP വഴി ഈ മാസം ഇൻവെസ്റ്റ് ചെയ്തു, അടുത്ത മാസം ഇൻവെസ്റ്റ് ചെയ്തു. അതായത് ഓരോ SIP ഇൻസ്റ്റാൾമെൻറ്റ് ചെയ്യും തോറും താങ്കൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു ഫിനാൻഷ്യൽ ഗോളിലേക്ക് താങ്കൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് റൊണാൾഡ് ജെയിംസ് റീഡിനെ പോലെ ഇപ്പം നമ്മൾ ജീവിതത്തിൽ നമുക്ക് സമ്പന്നനാകണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒന്നാമത്തെ ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിസിപ്ലിനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. അദ്ദേഹം കുറേ വർഷങ്ങളോളം ഡിസിപ്ലിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പിന്നെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ആക്ഷൻ അദ്ദേഹത്തിന് കാണാൻ സാധിക്കും. അതായത് വെറും തൂപ്പുകാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് കിട്ടുന്ന സമ്പാദ്യത്തിൽ നിന്ന് ഒരു സർട്ടൻ പെർസെൻറ്റേജ് അദ്ദേഹം സ്റ്റോക്കിലും മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ കണ്ടിന്യൂസ് ആക്ഷനാണ് ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുവാൻ അദ്ദേഹത്തിന് സഹായിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബ്രിഡ്ജ് പണിയുന്ന സമയത്ത് ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ള വ്യക്തികളുടെ സഹായത്തോടു കൂടിയാണ് ബ്രിഡ്ജ് പണിയുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രിഡ്ജ് പണിത് ഇവിടെ കൂട്ടിമുട്ടതിന് പകരം ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളൊരു ഫിനാൻഷ്യൽ ഗോള് ലക്ഷ്യം വെച്ച് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോൾ താങ്കൾ അതിൽ എക്സ്പേർട്ടാണെങ്കിൽ താങ്കൾക്ക് തന്നെ ഇതെല്ലാം മാനേജ് ചെയ്യാം. അല്ല, താങ്കൾക്ക് ആ പറഞ്ഞ നോളജൊന്നും താങ്കൾക്കില്ലെന്നുണ്ടെങ്കിൽ ഇതത് മേഖലയിൽ ആയിട്ടുള്ള വ്യക്തികളുടെ സഹായം താങ്കൾ സ്വീകരിക്കുകയാണെങ്കിൽ ഈ റൂട്ട് മാറിപ്പോകാതെ കൃത്യമായിട്ട് താങ്കളുടെ ഫിനാൻഷ്യൽ ഗോളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി സഹായിക്കാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് സമ്പന്നനാകണമെങ്കിൽ ഷോർട്ട് കട്ടൊന്നുമില്ല. റെഡിമെയ്ഡായിട്ടുള്ള ഒരു ബ്രിഡ്ജും ആരും കൊണ്ടുവന്ന് തരില്ല. ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ആ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഒരു 99% ആൾക്കാരും ഈ ഒരു അവസ്ഥയിലൂടെ പോയാൽ മാത്രമേ അവർക്ക് ഈ ഒരു അവസ്ഥ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ബാക്കി 1% ആൾക്കാർ അവർക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ കുടുംബ സ്വത്തായിട്ട് കിട്ടാം, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർക്ക് ലഭിച്ചെന്നിരിക്കാം. പക്ഷേ 99% ആൾക്കാർക്കും ഈ ഒരു പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ ആ ഒരു അവസ്ഥ എത്താൻ പറ്റുള്ളൂ എന്ന ബോധ്യത്തോടു കൂടി പ്രവർത്തിക്കുക. താങ്കൾക്ക് ഞങ്ങളുടെ നിക്ഷേപ സംബന്ധമായ എന്തെങ്കിലും സേവനങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ഡെസ്കായിട്ട് താങ്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി നമുക്ക് തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.